ടൈപ്പ് റൈറ്റർ കാണാത്തവരായിട്ട് ആരുമില്ല. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ടൈപ്പ് റൈറ്റർ കാണാത്തത്. ഇത് ടൈപ്പ് റൈറ്ററാണ്. ഇതിനൊക്കെ ഒത്തിരി കഥകൾ പറയാനുള്ളതാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു ടൈപ്പ് റൈറ്ററാണ് ഇത്. 1900കളിൽ ഇംഗ്ലണ്ടിൽ നിന്നും സായിപ്പ് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ ഓഫീസുകളിലും അതുകൂടാതെ മറ്റ് മേഖലകളിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററാണ്. അന്ന് ടൈപ്പിസ്റ്റുകളാണ് ഇത് അടിച്ചുകൊണ്ടിരുന്നത്. അന്നൊരു ഭാഷ തന്നെ ഉണ്ടായിരുന്നു ടൈപ്പ് റൈറ്ററിന്. അതിന് വേണ്ടി ഒരു കോഴ്സ് ഉണ്ടായിരുന്നു, ടൈപ്പും ഷോർട്ട് ഹാൻഡും എന്ന് പറയും. ആ കാലഘട്ടത്തിൽ, അതായത് 50, 60, 70 കാലഘട്ടങ്ങളിലെ ആൾക്കാർ ടൈപ്പും ഷോർട്ട് ഹാൻഡും 10ാം ക്ലാസ് കഴിഞ്ഞാൽ ടൈപ്പും ഷോർട്ട് ഹാൻഡുമാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ന് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ടൈപ്പും ഷോർട്ട് ഹാൻഡുമാണ് പഠിക്കുന്നത്. ടൈപ്പും ഷോർട്ട് ഹാൻഡും പഠിച്ചെങ്കിൽ മാത്രമേ ഓഫീസുകളിലുമൊക്കെ ജോലി കിട്ടുവാൻ പറ്റുകയുള്ളായിരുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അതിനൊരു പ്രത്യേക ലിപിയായിരുന്നു ഷോർട്ട് ഹാൻഡിനുള്ളത്. ആ ഷോർട്ട് ഹാൻഡിലെ ലിപി വളരെ അപൂർവമാണ്. ഇന്ന് അന്യം നിന്ന് പോയി. ആ ലിപി തന്നെ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ കയ്യിൽ എൻ്റെ ഒരു പുസ്തകം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ടൈപ്പ് റൈറ്റർ നമ്മളെ സംബന്ധിച്ചോളം പറയുമ്പോൾ ബ്രിട്ടീഷുകാരാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവന്നത്. അവർ ഒത്തിരിയും പേർക്ക് അന്നം തന്നതും ഒത്തിരിയും പേരുടെ അന്നം മുടക്കിയതുമായ ഒരു ടൈപ്പ് റൈറ്ററാണിത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഓർഡറുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ടൈപ്പിസ്റ്റുകളുണ്ട്. അവരങ്ങനെ അന്നം തരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഓർഡറുകൾ, ഇതിൽ വഴി ടൈപ്പ് ചെയ്തിട്ടുള്ള ഓർഡറുകൾ ചിലപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അതേപോലെ ആൾക്കാരെയും ജയിലിടാനുള്ളതും ഓർഡറുകളാണ് കൂടുതൽ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടൈപ്പ് റൈറ്ററിനൊരു കഥയുണ്ട്. ഈ ടൈപ്പ് റൈറ്റർ മെഷീന് ഇന്ന് കാണാനില്ല, കിട്ടാനില്ല. എവിടെയെങ്കിലുമൊക്കെ മ്യൂസിയങ്ങളിലോ പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് ഈ ടൈപ്പ് റൈറ്റർ ഉള്ളത്. സുഹൃത്തുക്കളെ, എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു.